നമസ്കാരം. JK എൻ്റർപ്രൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുരുമുളക് കൃഷിയിൽ എങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാമെന്നുള്ളതാണ്. ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി. പലതരം കുരുമുളക് ചെടികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. പന്നിയൂർവൺ, കരിമുണ്ട, പെപ്പർ തെക്കൻ, കുമ്പുക്കൽ, അങ്ങനെ പലതരം കൃഷികൾ ജനങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടും വിളവിൻ്റെ ഇതനുസരിച്ചിട്ടും കൃഷി ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചെടികൾ മരത്തിലും PVC പൈപ്പിലും കോൺക്രീറ്റ് തൂണിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഈയിടെയായിട്ട് കൂടുതലായിട്ടും ആൾക്കാർ PVC പൈപ്പിലും കോൺക്രീറ്റ് തൂണിലാണ് കൃഷി ചെയ്യുന്നത്. അപ്പം അതിനൊക്കെ വെള്ളവും വളവും കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ വിളവ് കിട്ടുമെന്നാണ് പല കർഷകരും അഭിപ്രായപ്പെടുന്നത്. അപ്പം ഈ കുരുമുളക് കൃഷിക്ക് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് വളവും കൊടുക്കാൻ സാധിക്കുന്നു. അതിനൊക്കെ എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്കറിയാം, നമ്മൾ ചെടികൾ നനയ്ക്കുന്നതിന് ഒന്നുകിൽ ഓരോ ടാങ്കിലെ വെള്ളം അല്ലെങ്കിൽ മോട്ടറിലെ പമ്പിങ് വെള്ളം, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പമ്പ് ചെയ്യുന്ന വെള്ളം നേരെ വന്ന് ഒരു ഫിൽറ്ററിലേക്ക് കയറി ഫിൽറ്ററിൽ നിന്ന് മെയിൻ ലൈനിൽ നിന്ന് സബ് ലൈനിൽ നിന്ന് ലാറ്ററൽ പൈപ്പ് വഴി ചെറിയ മൈക്രോ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഡ്രിപ്പറുകളിൽ ചെടികളുടെ ചുവട്ടിലെത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വളവും കൂടെ കൊടുക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് വളവും കൂടെ കൊടുക്കണമെങ്കിൽ നമ്മൾ വെഞ്ചുറി ഒരു സിസ്റ്റം ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മൾക്ക് ഈ പൈപ്പ് ലൈനിലെ എയർ പുറത്തേക്ക് കളയാനായിട്ട് ഒരു എയർ റിലീസ് വാൽവും അത്യന്താപേക്ഷിതമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഹാർട്ട് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫിൽറ്ററാണ്. ഇന്ന് മാർക്കറ്റിൽ പലതരം ഫിൽറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്ററുകൾ സെലക്ട് ചെയ്യണത്. സ്ക്രീൻ ഫിൽറ്റർ, ഡിസ് ഫിൽറ്റർ, ഹൈഡ്രോസൈക്ലോൺ ഫിൽറ്റർ, സാൻഡ് ഫിൽറ്റർ എന്നിങ്ങനെ പലതരം ഫിൽറ്ററുകളുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മളുടെ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് പല M³ ഫിൽറ്ററുകളും അവൈലബിൾ ആണ്. ഇത് സുജി ഇറിഗേഷൻ്റെ ISI മുദ്രയുള്ള 15 M³ കപ്പാസിറ്റിയുള്ള ഒരു ഡിസ് ഫിൽറ്ററാണ്. ഇതിൻ്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഓരോ പ്രഷർ ഗേജ് നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫിൽറ്ററുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പമ്പിങ് കപ്പാസിറ്റി, പൈപ്പ് ലൈനിൻ്റെ സൈസ്, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്ററുകൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന് നമ്മൾ സാധാരണ നമ്മൾ വെള്ളം വളവും കൊടുക്കുന്നുണ്ടെങ്കിൽ വെഞ്ചുറി സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ വെഞ്ചുറി സിസ്റ്റം കഴിഞ്ഞിട്ടാണ് ഈ ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വെഞ്ചുറിയിലുള്ള വളത്തിലുള്ള കരടെല്ലാം ഇത് വീണ്ടും അരിച്ചെടുക്കുന്നതായിരിക്കും. ഇത് 15 M³ കപ്പാസിറ്റിയുള്ള സ്ക്രീൻ ഫിൽറ്ററാണ്. സാധാരണഗതിയിൽ നമ്മൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഫിൽറ്ററുകൾ സെലക്ട് ചെയ്യണത്. അപ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള വെള്ളമാണെങ്കിൽ നമുക്ക് സ്ക്രീൻ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. ഇതിൻ്റെ ഫിൽറ്റർ മെഷ് അഴിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെഞ്ചുറി സിസ്റ്റമാണ്. എന്താണ് വെഞ്ചുറി സിസ്റ്റം? നമുക്കറിയാം, സാധാരണഗതിയിൽ കൃഷിയിടത്തിൽ നമ്മൾ വളം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാനുവൽ ലേബർ ഉപയോഗിച്ചിട്ട് ഓരോ ചെടിക്കും നമ്മൾ വളം കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ വർഷത്തിലൊരു 3-4 പ്രാവശ്യം നമ്മൾ വളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ മാനുവൽ ലേബറെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുമൂലം കൂടുതൽ കൃഷിച്ചെലവ് വരുന്നുണ്ട്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ അലിയുന്ന വളങ്ങൾ നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കിതിൻ്റെ കൂടെ കൊടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് വെഞ്ചുറി സിസ്റ്റം എന്ന് പറയുന്നത്. പലതരം വെഞ്ചുറികൾ സൈസുകൾ അവൈലബിൾ ആണ്. നമുക്ക് 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച് തുടങ്ങിയ സൈസിൽ വെഞ്ചുറി അവൈലബിൾ ആണ്. അതുകൂടാതെ മോട്ടോർ ഓപ്പറേറ്റഡ് വെഞ്ചുറിയും ഉണ്ട്. ഈ കൃഷി ഇടത്തിലെ പല രീതിയിലുള്ള കൃഷി അനുസരിച്ചിട്ടാണ്, ഇപ്പം നമ്മൾ കൃഷി സ്ഥലത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ കൃഷിയുടെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ വെഞ്ചുറി സെലക്ട് ചെയ്യേണ്ടത്. അടുത്തായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഡ്രിപ്പറുകളാണ്. എന്താണ് ഡ്രിപ്പറുകൾ? നമുക്കറിയാം, നമ്മൾ ചെടികൾ നനയ്ക്കുന്നതിനായിട്ട് നിശ്ചിത അളവിൽ വെള്ളം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ലാറ്ററൽ പൈപ്പിൽ നിന്ന് ഒരു ചെറിയ മൈക്രോ ട്യൂബ് വഴി ഡ്രിപ്പറുകൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ ജലനഷ്ടം ഒഴിവാക്കും. ഇനി പലതരത്തിലുള്ള ഡ്രിപ്പറുകൾ അവൈലബിൾ ആണ്. ഒന്ന് നോൺ PC ഡ്രിപ്പറും മറ്റൊന്ന് PC ഡ്രിപ്പറും. നോൺ PC ഡ്രിപ്പർ എന്ന് പറഞ്ഞാൽ നോൺ പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പർ എന്ന് പറയും. പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പറിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രഷർ അതിനകത്തോട് വരുന്ന വെള്ളം സെയിം ആയിരിക്കും. നമ്മൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോൺ PC ഡ്രിപ്പർ പല അളവിലുള്ള ഡ്രിപ്പറുകളുണ്ട്. ഇതൊരു 4 ലിറ്ററിൻ്റെ ഡ്രിപ്പറാണ്. ഇത് 8 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഡ്രിപ്പറിൻ്റെ കപ്പാസിറ്റി. ഇത് 14 ലിറ്ററാണ്. ഇതൊരു അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറാണ്.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ PC ഡ്രിപ്പർ, 8 ലിറ്ററുള്ള PC ഡ്രിപ്പർ. ഈ നോൺ പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡ്രിപ്പർ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത് 1.5 കിലോഗ്രാം പ്രഷറിലാണ്. അവർ ഈ പറയുന്ന 4 ലിറ്റർ, 8 ലിറ്റർ, 14 ലിറ്റർ എന്നൊക്കെ പറഞ്ഞ്. പ്രഷർ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാറുണ്ട്. ഇനി നമ്മളുടെ കൃഷിയുടെ രീതി അനുസരിച്ചും ചെടിയുടെ വലിപ്പം അനുസരിച്ചും നമുക്ക് പലതരം ഡ്രിപ്പറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ചെടിച്ചട്ടിയിലൊക്കെയാണ് നമ്മൾ ചെടികൾ വെക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 4 ലിറ്ററിൻ്റെ ഡ്രിപ്പർ മതിയാവും. അതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും. അതേസമയം കുറച്ചുകൂടി വലിപ്പമുള്ള ചെടിയാണെങ്കിൽ നമ്മൾ 14 ലിറ്ററോ അല്ലെങ്കിൽ കൂടുതൽ ഡ്രിപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ചെടികൾ നനയ്ക്കാവുന്നതാണ്. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ സർക്കാരുകൾ നിരവധി സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന. ഈ സ്കീം പ്രകാരം കർഷകർക്ക് 55% സബ്സിഡി അവൈലബിൾ ആണ്. ഓരോ കൃഷിക്കും ഡ്രിപ്പ് ഇറിഗേഷന് അല്ലെങ്കിൽ സ്പ്രിങ്ക്ലറിന് സബ്സിഡിയുടെ പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. JK എൻ്റർപ്രൈസ് എന്ന നമ്മുടെ സ്ഥാപനം കേരളത്തിലെല്ലായിടത്തും ഡ്രിപ്പ് ഇറിഗേഷൻ വർക്കുകൾ സബ്സിഡി നിരക്കിൽ ചെയ്തു കൊടുക്കുന്നതാണ്. ഇതിനായിട്ട് കർഷകർ ഓരോ ജില്ലയിലെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആ അപേക്ഷയോടൊപ്പം അപേക്ഷകൻ്റെ ഒരു ഫോട്ടോ, കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ലോക്കൽ കൃഷിഭവനിൽ നിന്നുള്ള സാക്ഷ്യപത്രം, അതുകൂടാതെ ഈ പ്രവൃത്തിയുടെ ഒരു എസ്റ്റിമേറ്റ്, സ്കെച്ച് എന്നിവ സമർപ്പിക്കേണ്ടതാണ്. കേരള സർക്കാർ അംഗീകാരമുള്ള സുജയ് ഇറിഗേഷൻ എന്ന കമ്പനിയുടെ ഓൾ കേരള ഡീലറാണ് JK എൻ്റർപ്രൈസ്. ഡ്രിപ്പ് ഇറിഗേഷൻ വർക്ക് കൂടാതെ ഇറിഗേഷൻ ഓട്ടോമേഷൻ, ലാൻഡ്സ്കേപ്പ് ഇറിഗേഷൻ എന്നീ വർക്കുകളും കേരളത്തിലെല്ലായിടത്തും JK എൻ്റർപ്രൈസ് ചെയ്യുന്നുണ്ട്. ഇറിഗേഷൻ ഓട്ടോമേഷനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് K-Rain, ഹണ്ടർ, റെയിൻബേർഡ് എന്നീ കമ്പനികളുടെ കൺട്രോളറുകളും സോളിനോഡ് വാൽവും പോപ്പ് സ്പ്രിങ്ക്ലറുകളും ആണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്കും സേവനങ്ങൾക്കും ഞങ്ങളുടെ വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താം.